വെൽക്കം ടു ഓൾ. ഇതൊരു വിനോദയാത്ര വീഡിയോയാണ്. സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് അത്താണിയിലെ വിരമിച്ച ജീവനക്കാരുടെ സംഘടനയായ SAFL എക്സ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ആദ്യത്തെ വിനോദയാത്ര 24/8/2024 രാവിലെ 6:15 കമ്പനി പരിസരത്തു നിന്നും പുറപ്പെട്ടു. ഞങ്ങൾ പോയത് തൃശ്ശൂർ വടക്കാഞ്ചേരി വഴി നെന്മാറ തമിഴ്നാട് ആനമലൈ ജംഗ്ഷനിൽ നിന്നും പേരുകേട്ട ആളിയാർ ഡാമിലേക്കാണ് ആദ്യം പോയത്. പാലക്കാടിൻ്റെ സൗന്ദര്യ ഗ്രാമീണ ഭംഗിയും നെൽപ്പാടങ്ങളും കണ്ട് വളരെയധികം ആസ്വദിച്ച് വഴിയോര കാഴ്ചകൾ കണ്ടാണ് ഞങ്ങൾ ബസ്സിലിരുന്ന് പോയത്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആളിയാർ ഡാമിൻ്റെ അടുത്താണ്. ഏകദേശം അതിൻ്റെ ഗേറ്റ് വഴി നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ പ്രവേശന ഫീസ് ഒരാൾക്ക് 20 രൂപയാണ്. ആദ്യം ഞങ്ങൾ പ്രവേശിച്ചത് പാർക്കിലേക്കും ഗാർഡനിലേക്കുമാണ്. അധികം മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കാരണം അത്രയും ഫാൻറ്റാസ്റ്റിക്കായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അധികം നേരം ചെലവഴിക്കാതെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു. നോക്കൂ, എത്ര സുന്ദരമാണ്. ആ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരൻഡിൽ നിൽക്കുന്ന മലകളും ആകാശം പങ്കിടുന്ന അതിൻ്റെ അതിർത്തി വരമ്പുകളെല്ലാം കാണുമ്പോൾ എത്ര അതിശയകരമായിട്ടുള്ള കാഴ്ചകളാണ്, എത്ര ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ താഴ്വാരത്തിൽ നോക്കിയാലും അതിൻ്റെ പരിസര പ്രദേശങ്ങൾ എത്ര ഭംഗിയുള്ള പ്രകൃതി രമണീയമായ മലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറക്കൂട്ടങ്ങളുടെ പുതിയ പുതിയ ഷേപ്പുകളും പല കളറുകളും, അതുപോലെ അതിൻ്റെ ജലാശയത്തിൻ്റെ എൻഡിൽ വാനോളം അതിർത്തി പങ്കിടുന്ന മലനിരകളും വളരെ ഭംഗിയാണ്, ഹൃദയാർദ്രമാണ്. ഞങ്ങളെല്ലാം അവിടെ കൂടി നിന്നുകൊണ്ട് നിരവധി ഫോട്ടോസ് എടുത്തു. ഇതിൻ്റെ ഇനോഗ്രേഷൻ നടത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1969 ഡാമിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് വാൽപ്പാറയിലേക്കാണ്. വാൽപ്പാറ എന്ന കാട്ടിലേക്ക് കടക്കുന്നതിന് അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് പ്രവേശന ഫീസായിക്കൊണ്ട് 25 രൂപ അടയ്ക്കേണ്ടി വന്നു. അതിന് തൊട്ടടുത്തുള്ള മങ്കി വാട്ടർഫോൾസിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്.
നമ്മൾ എത്തിക്കഴിഞ്ഞു. വളരെ ഭീമാകാരത്തിൽ നിൽക്കുന്ന 60 അടി ഹൈറ്റുള്ള ഒരു പാറയിൽ നിന്നാണ് ഈ വെള്ള ചോല പതഞ്ഞൊഴുകിക്കൊണ്ട് നിലം പതിക്കുന്നത്. ഇതിൻ്റെ നിലമാണെങ്കിൽ നല്ല പറന്ന പാറയാണ്. വളരെ സേഫായിട്ടുള്ള ഇടമാണ്. കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും വളരെ നല്ലൊരു സ്ഥലമാണിത്. ഇവിടുത്തെ പ്രവേശന ഫീസ് ഒരാൾക്ക് 50 രൂപയാണ്. ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാൽപ്പാറയിലേക്കാണ്. 40 ഹെയർ പിൻസുകളിലുള്ള ഈ വാൽപ്പാറയുടെ മുകളിലേക്കാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ആലിയാർ ഡാമിന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഹെയർ പിൻസാണ്. വാൽപ്പാറയുടെ മുകളിലെത്തിയതിനു ശേഷം ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി സുന്ദരമായ തേയിലത്തോട്ടത്തിലൂടെയുള്ള യാത്രയിൽ മനോഹരമായ ഫോട്ടോകൾ എടുത്തുകൊണ്ട് ഞങ്ങളുടെ സംഘങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ് ഉണ്ടായത്. പച്ചപ്പ് പുതച്ചുകൊണ്ട് കിടക്കുന്ന ഭൂമിയെ അല്പം പോലും നശിപ്പിക്കാതെ, അതിൻ്റെ ഘടനയിൽ തൊട്ട് തീണ്ടാതെ, ആ ഘടനയോടൊപ്പം തന്നെ അതിൻ്റെ പച്ചപ്പ് പുതച്ചുകൊണ്ടുള്ള തേയില ചെടികളുടെ മനോഹാരിതയിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ വാൽപ്പാറ ഇറങ്ങി. ബസ്സിനുള്ളിൽ ഞങ്ങൾ വിജ്ഞാനപ്രദവും കലാപരമായുള്ള ഒരുപാട് മത്സരങ്ങൾ നടത്തിയിരുന്നു. തേന്മഴ തൂകാൻ ഈ കുളി ജമീതെ ബോൽ ജാൻ യമൻ जो मुस्कुरा के बोल दे जो मीठे बोल जान मन जो मुस्कुरा के बोल दे तो देखना में आज भी. ഈ ഒരു ദിവസത്തെ വിനോദയാത്രയിൽ സഹകരിച്ച് മനോഹരമാക്കി തീർത്ത എല്ലാ സുഹൃത്തുക്കൾക്കും SAFL എക്സ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. തേജസ് വേൾഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും തേജസ് വേൾഡിൻ്റെ വക നന്ദി പറയുകയും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.